കുറേ ദിവസമായി ഒരു കഞ്ചാവിൻ്റെ ഇല കിട്ടുമോ നോക്കി നടക്കാൻ നിർത്തിയിട്ട്. സോറി കേട്ടോ, കഞ്ചാവിൻ്റെ ഇലയില്ല, കഞ്ചാവിൻ്റെ ഇല പോലത്തെ ഇല എനിക്ക് വിൽക്കാൻ നല്ല ഇങ്ങനൊരു വർക്ക് ചെയ്യാനായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ പറമ്പിലും തൊടിയിലൊക്കെ തിരഞ്ഞ് തിരഞ്ഞ് അവസാനം കഞ്ചാവിൻ്റെ ഇല കിട്ടിയില്ലെങ്കിലും ഏകദേശം എൻ്റെ ഒരു അമ്മായിയുടെ മകനൊക്കെ ആവാനുള്ള ലെവലിലുള്ള ഒരു ഇല കിട്ടി. ആ കിട്ടിയ പാടെ ഓടി വന്നിരുന്നുണ്ട് ഈ ഒരു പരിപാടി. ഈ ഒരു പരിപാടി ഞാൻ ഒത്തിരി ഇഷ്ടത്തോടെ ചെയ്തതാണ് കേട്ടോ. കാരണം എനിക്കങ്ങനെ കളറൊക്കെ കൊടുത്തിട്ട് ആ ഒരു ഇല കിട്ടണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇല കിട്ടിയപ്പോൾ ഒരുപാട് പുലിവായി. അപ്പോൾ ഇതാണ് കേട്ടോ ഇല, അതായത് കഞ്ചാവിൻ്റെ അപരൻ, അങ്ങനെ വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ ആ ഒരു പൊലിവിലൊക്കെ ചെയ്തു തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഇല പരത്തി, അല്ല സോറി, മാവ് എന്നൊക്കെ തുള്ളല്, ഈ മറ്റേ എന്താ പറയുക, കളിമണ്ണ് പരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇല ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ആ ഇലയുടെ ആ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ ഇല നന്നായിട്ട് അതിൻ്റെ മുകളിൽ പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് വേരും അതിൻ്റെ ഇതൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ആ ഒരു അടയാളം വരും. പിന്നെ നമുക്ക് ലാസ്റ്റ് ചെറുതായിട്ടൊന്ന് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ല ഭംഗിയിൽ നമുക്ക് ഇത് കിട്ടും. ഇത് ഇങ്ങനെ കിട്ടിയപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. കാരണം നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ലുക്ക് എനിക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ള അവശേഷിപ്പുകളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് പിന്നെ ആ ഇല ഇങ്ങോട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പീൽ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാകും കേട്ടോ കാണാൻ. അപ്പോൾ അതുകൊണ്ടാണ് അറിയുന്നത്. ഇത് ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, അതായത് കളിമണ്ണൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്, നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്കൊരു ട്രിൻഡർ ഡിഷൊക്കെ പോലെ ഒരു ലീഫിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചിട്ടങ്ങനെ, അതും അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ ഹോൾഡറായിട്ട് നമുക്കത് ഉപയോഗിക്കാം കേട്ടോ. യൂസ്ഫുൾ ആകും, വെറുതെ ഒന്നാവില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇല പറിച്ചെടുത്തു. ഇനി അതിൻ്റെ മുകളിലുള്ള ആ വേരുകളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വരച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റേ ഒരു കഞ്ചാവിൻ്റെ ഇലയുടെ ആ ഒരു കളർ വരണം എന്നാണ്. കഞ്ചാവിൻ്റെ ഇലയുടെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ ഈ വീഡിയോയിൽ കാണുന്ന മറ്റേ നമ്മുടെ ഓട്ടം സീസണിലൊക്കെ ഉള്ള ഇലയിലില്ലേ, ആ ഒരു 3 കളറ് മറ്റേ മിക്സ് ആയിട്ടുള്ള ഒരു റെഡ്, യെല്ലോ, അങ്ങനത്തെ ഒരു ബ്രൗൺ കളറായിട്ടുള്ള ആ ഒരു മിക്സ് കളറൊക്കെ കൊടുക്കുന്നതാണ് എൻ്റെ ആഗ്രഹം. ഇതിപ്പോൾ ഇത് ഉണങ്ങി കിട്ടാൻ വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഇതായിട്ട് നല്ല ഇഷ്ടമായിട്ടത് കാണാൻ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ എഡ്ജുകളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്ത് ചെറിയൊരു പെർഫെക്ഷനൊക്കെ ആക്കി എടുക്കുക, നമ്മളെ കൊണ്ട് പറ്റണ പോലെ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എന്തായാലും അതിന് ശേഷം നമുക്കിനി ഇത് ഉണങ്ങാൻ വെക്കാം. പരിപാടി കഴിഞ്ഞിട്ടുണ്ട് സിമ്പിളായിട്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അടപ്പ് അല്ലെങ്കിൽ ഒരു ബൗളിൽ ഇത് ഇറക്കി വെക്കണം. ഞാൻ ഇപ്പോൾ തപ്പിപ്പിടിച്ച് കിട്ടിയത് ഒരു കുപ്പിയുടെ അടപ്പാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ അങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങിയ ശേഷം നമുക്കിത് കളർ അടിക്കുന്ന വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ, സീ യു.